ഓരോ തവണയും എൻ്റെ കൂടെ വരെ അച്ഛനുണ്ടായിരുന്നു. ഇനി എനിക്ക് അച്ഛനില്ല. മനംനൊന്താണ് പുള്ളി സൂയിസൈഡ് ചെയ്തത്. കേസിലോ ജയിലിലോ ഒന്നും ഇടാൻ പറ്റില്ല, പക്ഷേ അവൻ്റെ എത്ര വർഷം വേണമെങ്കിലും നമുക്കവിടെ കളയാൻ പറ്റും. ജാഗിയുടെ ഫാദർ ഈ MD. ഭർത്താവിനെ വിദേശത്ത് കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയുമായി യുവതി രംഗത്ത്. സംഭവത്തെ തുടർന്ന് മകനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് മനംനൊന്താണ് പിതാവ് ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം പറയുന്നു. ഓരോ തവണയും എൻ്റെ കൂടെ വരെ അച്ഛനുണ്ടായിരുന്നു. ഇനി എനിക്ക് അച്ഛനില്ല. അതാണ് ഇപ്പോഴുള്ള വിഷമം. ഓരോ കാര്യത്തിനും അച്ഛൻ പറയും, മോളെ നമുക്കവിടെ പോവാം, ഇവിടെ പോവാം. ഇപ്പോൾ അത് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുന്നേ പറഞ്ഞു നമുക്കിവിടെ കടയ്ക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവരെ ഓരോ തവണ വിളിച്ചിട്ട് അച്ഛനെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നു. അപ്പോൾ 2 ആഴ്ചയായുള്ളൂ സ്ട്രോക്ക് വന്നിട്ട്. സ്ട്രോക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്. ആ ഇൻകം 2 വർഷമായിട്ട് നിലച്ചിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ജാഗിയോട് നമ്മൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ CID ആണ് പിടിച്ചുകൊണ്ട് പോയതെന്ന്. കള്ളക്കേസിൽ കുടുക്കി ജാഗി ബിസിനസ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ജയറാം രാമൻകുട്ടി എന്ന് പറയുന്ന ആളാണ്. ഇവിടെ KJ സ്പെയർ പാർട്സ് ആണ് പുള്ളി. ദുബൈയിലാണ് അതിൻ്റെ ബ്രാഞ്ച്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ്. അവരുടെ നാട്ടിലെ സ്ഥാപനമാണ് ജാഗി കൺവെൻഷൻ സെൻറ്റർ. അവരുടെ കയ്യിൽ മതിയായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഒരു മാക്സിമം പുള്ളി അവിടെ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞാനും ഇപ്പം അച്ഛൻ സൂയിസൈഡ് ചെയ്തു. അച്ഛനുമായിട്ട് പലതവണയായിട്ട് പുള്ളിയെ പോയി കണ്ടു. അച്ഛന് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. ഹസ്ബൻഡിനെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് തവണ അച്ഛൻ അവിടെ പോയി കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ജയറാം രാമൻകുട്ടിയുടെ മകനായ ജാഗീരോടെ. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, വിഷ്ണുവിനെ നമുക്ക് കേസിലോ ജയിലിലോ ഒന്നും ഇടാൻ പറ്റില്ല, പക്ഷേ അവൻ്റെ എത്ര വർഷം വേണമെങ്കിലും നമുക്കവിടെ കളയാൻ പറ്റും. ദുബൈയിലെ നിയമം കണക്കല്ല ഒമാനിലെ നിയമം. നമുക്ക് ആളിനെ വെച്ചുകൊണ്ട് അവിടെ അവൻ്റെ മാക്സിമം പിടിച്ചിടാൻ പറ്റും. അതിനുള്ള കഴിവും കപ്പാസിറ്റിയും നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത് മനസ്സിലാക്കിയാണ് അവർ ഹസ്ബൻഡിനെ കുടുക്കിയത്. കല്ലമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാഗി ഓഡിറ്റോറിയം ഉടമ ജയറാം രാമൻകുട്ടിക്കെതിരെയാണ് പരാതി ഉയരുന്നത്. കല്ലമ്പലത്തുള്ള ജാഗി ഓഡിറ്റോറിയത്തിന്റെ ഉടമ ജയറാം രാമൻകുട്ടിയാണ് എന്നെ ഈ രീതിയിലാക്കി ഇട്ടേക്കുന്നത്. അവര് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ സേഫ്റ്റി കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ സാധനം മറ്റേ ഷോർട്ടാണ്. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം ഞാൻ എന്റെ ഫണ്ടയില് ആരോപിച്ചാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇവിടെ കേസ് നടക്കുവാണ്. മറ്റേ മാക്സിമം എന്നെ ദ്രോഹിക്കാവുന്ന രീതിയിലെല്ലാം ദ്രോഹിച്ച് ഇപ്പൊ എന്റെ അച്ഛൻ വരെ മരിച്ചിട്ട് അവരെ ബന്ധപ്പെട്ടിട്ട് പോലും അവരും ഒരു രീതിയിലുള്ള സഹായങ്ങളും അവർ ചെയ്തിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് കോടതി കിടക്കുന്ന കേസാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. നമ്മൾ അഡ്വക്കേറ്റിന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പരാതി ഇല്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റും. എനിക്ക് ഇവരുടെ സെയിം ഫീൽഡിലുള്ള വേറൊരു കോമ്പറ്റേറ്ററുടെ അടുത്തുനിന്ന് എനിക്ക് ഓഫർ കിട്ടി നല്ല സാലറിയില്. ഞാൻ അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ പുള്ളി ഇവിടെ കുറെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അവരെ കോമ്പറ്റേറ്ററുടെ അടുത്ത് പോയി പറയും എന്നുള്ള പേടിയിലാണ് പുള്ളി എന്റെ അടുത്ത് ഇത് കാണിക്കുന്നത്. ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാരണത്തിൽ ഫ്രണ്ടിന്റെ റൂമിൽ കൂടെ നിൽക്കുവാണ്. എന്റെ ഈ മരണപ്പെട്ട അച്ഛനും വൈഫും കൂടെ നാട്ടിൽ ഒരുപാട് പേരെ അടുത്ത് പോയി കണ്ടു. ഇതെല്ലാരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ പുള്ളി പൈസ വാരി എറിഞ്ഞു. പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ ഈ സ്വർണ്ണക്കടത്തിലൊക്കെ പുള്ളി ഇൻവോൾവ് ആണ്. അതിൻ്റെതായ രീതിയിൽ പുള്ളിക്ക് ആവശ്യമുള്ള പൈസ പുള്ളിയുടെ കയ്യിലുണ്ട്. ആ പൈസ എല്ലാം വാരി എറിഞ്ഞിട്ട് പുള്ളി എല്ലാരെയും സ്വാധീനിക്കും. തന്റെ ഭർത്താവ് വിഷ്ണു ഇവരെ കബളിപ്പിച്ച് മോഷണം നടത്തിയെന്ന് ആരോപിച്ച് ഒമാനിൽ കള്ളക്കേസ് നൽകി നാട്ടിൽ വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണെന്നും കടയ്ക്കൽ സ്വദേശിനിയായ അശ്വതി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഇപ്പം നടക്കുന്ന കേസ് ബ്രൈറ്റിലാണ് വിഷ്ണുവിൻ്റെ വിസ ഉള്ളത്. ഫ്യൂച്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇത് നടക്കുന്നത്, ക്രൈം നടക്കുന്നത്. കോർട്ട് തന്നെ പറഞ്ഞു, കമ്പനിക്കെതിരായി പറഞ്ഞു, ആദ്യം നിങ്ങളിത് പ്രൂവ് ചെയ്തിട്ട് വാ, എന്നിട്ടേ കേസ് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഇവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഓരോ തവണയും അവർ മാക്സിമം നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ജാഗി കൺവെൻഷൻ സെൻറ്ററിൽ ഈ MD ആയ ജയറാം രാമൻകുട്ടിയുടെ സ്ഥാപനമാണ് ഈ ജാഗി കൺവെൻഷൻ സെൻറ്റർ. കല്ലമ്പലത്താണ് സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഇപ്പം മേൽനോട്ടം ജാഗി എന്ന് പറയുന്ന മോനാണ്, MDയുടെ മകനാണ്. പുള്ളിയോടും ഈ കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഫോൺ കോൾ വഴിയാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ അച്ഛൻ ലാസ്റ്റായിട്ട് പറഞ്ഞത്, എൻ്റെ മരണത്തിൽ എൻ്റെ കുഞ്ഞിന് വരാൻ പറ്റുമെങ്കിൽ അതും ഞാൻ ചെയ്യും, എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല
എന്നുള്ള രീതിയിൽ അച്ഛൻ കരഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്ര വിഷമത്തിലാണ് അച്ഛൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം അച്ഛൻ ഒട്ടും വയ്യായിരുന്നു. അത് കഴിഞ്ഞു അച്ഛന് സ്ട്രോക്ക് വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് അച്ഛൻ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ വരുത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഇനി എനിക്കൊന്നും നോക്കാനില്ല, എൻ്റെ മരണത്തിൽ എൻ്റെ കുട്ടി വരുമെങ്കിൽ ഞാൻ അതും ചെയ്യുമെന്ന് പറഞ്ഞ് അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. വിസ്മയ ന്യൂസ്, കടയ്ക്കൽ.